ചലച്ചിത്രത്തിലുള്ള മലയാളികൾക്കേറെ സുപരിചിതരായ 3 നടിമാരുടെ കുട്ടിക്കാല ചിത്രങ്ങളാണ്. എന്നാൽ ഇവർ 3 പേരും ബന്ധുക്കളാണെന്ന് അധികമാർക്കും അറിയാനിടയില്ല. ആരാണ് ചിത്രത്തിലെ കുട്ടികളെന്നല്ലേ? രമ്യ നമ്പീശൻ, മീര നന്ദൻ, ദിവ്യ ഉണ്ണി എന്നിവരാണ് ആ നടിമാർ. അടുത്തിടെ ഒരു അഭിമുഖത്തിൽ നടി ദിവ്യ ഉണ്ണിയാണ് ഇക്കാര്യം വെളിപ്പെടുത്തിയത്. രമ്യ നമ്പീശനും മീരയും എന്റെ കസിൻസ് ആണ്. ഒരാൾ അച്ഛന്റെ സൈഡിൽ നിന്നുള്ള കസിനും മറ്റേയാൾ അമ്മയുടെ സൈഡിൽ നിന്നുള്ള കസിനുമാണ്. അച്ഛന്റെ ബന്ധുവാണ് മീര, രമ്യ അമ്മയുടെ ബന്ധുവും എന്ന് ദിവ്യ ഉണ്ണി കൂട്ടിച്ചേർത്തു. നീ എത്ര ധന്യ എന്ന ചിത്രത്തിൽ ബാലതാരമായി എത്തി പിന്നീട് മലയാളത്തിലെ മിന്നും താരമായി മാറുകയായിരുന്നു ദിവ്യ. നീ എത്ര ധന്യയിൽ കാർത്തികയുടെ ചെറുപ്പകാലം അവതരിപ്പിച്ചുകൊണ്ടാണ് ദിവ്യ ഉണ്ണി ശ്രദ്ധ നേടിയത്. ആ ചിത്രത്തിൽ അഭിനയിക്കുമ്പോൾ 2ാം ക്ലാസ്സിൽ പഠിക്കുകയായിരുന്നു ദിവ്യ. പിന്നീട് 1991 പൂക്കാലം വരവായി, 1993 ഓ ഫാബിയും സൗഭാഗ്യവും എന്നീ ചിത്രങ്ങളിൽ ബാലതാരമായി ദിവ്യ ഉണ്ണി അഭിനയിച്ചു. വിനയൻ സംവിധാനം ചെയ്ത ഇനിയൊന്ന് വിശ്രമിക്കട്ടെ എന്നൊരു ടെലിവിഷൻ സീരിയലിലും ദിവ്യ പ്രധാന വേഷം ചെയ്തിരുന്നു. വിനയൻ സംവിധാനം ചെയ്ത 1996 കല്യാണ സൗഗന്ധികം എന്ന ചിത്രത്തിലൂടെയായിരുന്നു ദിവ്യ നായികയായി അരങ്ങേറ്റം കുറിച്ചത്. പിന്നീട് മലയാളത്തിലെ മുൻനിര നായികയായി വളർന്ന ദിവ്യ തമിഴ്, തെലുഗു, കന്നഡ എന്നീ ഭാഷകളിലും അഭിനയിച്ചു. ഏതാണ്ട് 50ഓളം ചിത്രങ്ങളിൽ വേഷമിട്ടു. പ്രണയവർണ്ണങ്ങൾ, വർണ്ണപ്പകിട്ട്, ഒരു മറവത്തൂർ കനവ്, ഫ്രണ്ട്സ്, ഉസ്താദ്, 1000 മേനി, ആകാശഗംഗ, ഭരതന്റെ അവസാന ചിത്രമായ ചുരം എന്നീ ചിത്രങ്ങളിൽ ശ്രദ്ധേയമായ വേഷങ്ങൾ ചെയ്തു. പ്രമോദ് പപ്പൻ സംവിധാനം ചെയ്ത മുസാഫർ ആണ് ഏറ്റവും ഒടുവിൽ അഭിനയിച്ച ചിത്രം. വിവാഹത്തോടെ അമേരിക്കയിലേക്ക് ചേക്കേറിയ താരം ഇപ്പോൾ അവിടെ ഒരു നൃത്ത വിദ്യാലയം നടത്തുകയാണ്. ചെറുപ്പത്തിലെ നൃത്തവും സംഗീതവും അഭ്യസിച്ച് രമ്യ ചെറിയ വേഷങ്ങളിലൂടെയാണ് അഭിനയ രംഗത്തേക്ക് എത്തിയത്. കൈരളി ടെലിവിഷൻ സംപ്രേഷണം ചെയ്ത ഹലോ ഗുഡ് ഈവനിംഗ് എന്ന തത്സമയ ഫോണിൻ പരിപാടിയുടെ അവതാരികയായും രമ്യ ശ്രദ്ധ നേടിയിരുന്നു. ശരത് സംവിധാനം ചെയ്ത സായാഹ്നം എന്ന ചിത്രത്തിലൂടെ ചലച്ചിത്ര രംഗത്തെത്തി. സംത്രാസം, ഇനിയും തുമ്പികൾ പറന്നിറങ്ങട്ടെ തുടങ്ങിയ ടെലിഫിലിമുകളിലും അഭിനയിച്ചു. ആനച്ചന്തം എന്ന ചിത്രത്തിലാണ് നായികയായി അരങ്ങേറ്റം കുറിച്ചത്. ബാച്ചിലർ പാർട്ടി, ഇവൻ മേഘരൂപൻ, ഹസ്ബൻഡ്സ് ഇൻ ഗോവ തുടങ്ങി നിരവധി ചിത്രങ്ങളിൽ രമ്യ അഭിനയിച്ചു. മലയാളത്തിനൊപ്പം തമിഴിലും തിളങ്ങി. വളരെ കുറച്ച് സിനിമകളിലെ അഭിനയിച്ചിട്ടുള്ളൂവെങ്കിലും മീരാനന്ദനെ മലയാളികൾ മറന്നിട്ടില്ല. ഒരുപിടി നല്ല കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചതിനു ശേഷം മീര സിനിമയോട് തൽക്കാലത്തേക്ക് വിട പറയുകയായിരുന്നു. ദുബായിലെ അറിയപ്പെടുന്ന റേഡിയോ ജോക്കികളിൽ ഒരാളാണ് മീര. ഇപ്പോൾ ദിലീപ് നായകനായ മുല്ല എന്ന സിനിമയിലൂടെയാണ് മീരാനന്ദൻ മലയാള സിനിമയിലേക്ക് എത്തിയത്. ഒരു മ്യൂസിക്കൽ റിയാലിറ്റി ഷോയിൽ മത്സരിക്കാനെത്തി ഷോയുടെ അവതാരികയായി മാറിയ മീരയെ സംവിധായകൻ ലാൽ ജോസ് ആണ് സിനിമയിലേക്ക് കൊണ്ടുവരുന്നത്. മുല്ലയ്ക്ക് ശേഷം മലയാളം, തമിഴ്, തെലുഗു, കന്നഡ ഭാഷകളിലായി 35ലധികം സിനിമകളിലും അഭിനയിച്ചു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ചാനൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. കൂടാതെ അടുത്തുള്ള ബെൽ ഐക്കണിൽ ക്ലിക്ക് ചെയ്ത് വരും വീഡിയോസിനായി കാത്തിരിക്കുക.